ഇവിടെ ഇച്ഛമസ്തം പറഞ്ഞു. ഇച്ഛമസ്താൻ ദർശകനാണ്, ദൈവദർശകനാണ്. അള്ളാഹു എല്ലാം കാണിച്ചു കൊടുത്താണ്. അതുപോലെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇച്ഛമസ്താന് കണ്ടതെല്ലാം പാടിക്കൊണ്ടിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നു. ചിലവര് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പ്രകടമാക്കുന്നത്. അതേസമയത്ത് ഇച്ഛമസ്തം പറഞ്ഞു ഹലാലും ഹറാമും അറിയുന്നതിന്. അപ്പോൾ മനുഷ്യൻ നന്നാവും. കണ്ടോ, ചെറിയൊരു ഷോർട്ടായ കാര്യം അതെല്ലാവരും പറഞ്ഞും കണ്ടു. എല്ലാവർക്കും അറിയാം. ഇച്ഛമസ്താനെ അറിയുന്നവർക്ക്, ആ കവിതകൾ എടുക്കുന്നവർക്ക് ഒക്കെ അറിയാം. ഹലാലും ഹറാമും അറിയണി എന്ന് പറഞ്ഞ വാക്ക്. എന്താണ് ഹലാൽ, എന്താ ഹറാമ്, അതറിയാനാ പറഞ്ഞത്. അത് ഞാൻ പറയാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ ദൈവികമായ നല്ല കാര്യം പ്രവർത്തിക്കുക, ഇതിനാണ് ഹലാൽ. നല്ല കാര്യം പ്രവർത്തിക്കുകയാണ് ഹലാലായ കാര്യം എന്ന് പറഞ്ഞു. മോശമായ ചീത്ത കാര്യം പ്രവർത്തിക്കാൻ പറ്റാത്തതിനാണ് ഹറാമു എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പോൾ നല്ലതും ചീത്തയുമാണ്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത, എന്താണ് ഹലാലും ഹറാമും അറിയാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെയും ഇച്ഛമസ്തൻ്റെ കാഴ്ചയിൽ അദൃശ്യനായ അല്ലാഹു അദൃശ്യയിൽ നിന്ന് അവൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായും ആദ്യ നൂറായും ആദ്യ ഒളിവായും ആ പ്രകാശത്തിലൂടെ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അഷ്ഹദു അൻ ലാ ഇലാഹായി പ്രപഞ്ചമായി, പ്രപഞ്ച ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ നൂറ് തന്നെ വന്യജം ഇലാഹവ സഹീബുക്കുന്നവർ ആ പ്രകാശം തന്നെ ബീജമായി വന്ന് ആ ഇലാഹിൻ്റെ ചെറുപ്പത്തിൽ ദൃശ്യമായ ഇല്ലല്ലയായ അള്ളാഹുവാണ് ദൃശ്യമായി വന്ന സകലമാനവും അദൃശ്യത്തിൽ അള്ളാഹു ദൃശ്യമായതാണ്. അള്ളാഹുവിൻ്റെ മാത്രമായ ലോകമാണ് ഇവിടെ. അള്ളാഹു മാത്രമേ ഉള്ളൂ. ഈ അള്ളാഹുവിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ അള്ളാഹുവോട് സത്യവും നീതിയും ധർമ്മവും ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസരണം തൃപ്തിയിലും മാത്രം ജീവിക്കുന്ന പ്രവർത്തിക്കുന്നത് ഹലാലായ കാര്യം. അല്ലാതെ ഈ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അതൃപ്തിയുമായ വിരോധമുണ്ടാകുന്ന, അവനക്ക് കഷ്ടനഷ്ട ദുരിതങ്ങളോ കോപമുണ്ടാക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത് അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അതൃപ്തിയാണ് നേടിയത്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കേടാണ് നേടിയത്. അള്ളാഹു കോപിക്കും, അള്ളാഹു നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് ഹറാമ് ചെയ്യല്ല. അള്ളാഹുവോടാണ് ഹറാമ് ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസരണം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അവൻ്റെ സന്തോഷത്തിൽ മാത്രം പ്രവർത്തിക്കലാണ് ഹലാലായ കാര്യം. അപ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ നൽകിക്കൊണ്ടേയിരിക്കും. പരസ്പരം എല്ലാ കൈകാലുകളും അള്ളാഹുവിൻ്റേതാണ്. അതാണ് ഇവിടെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലൂടെ കാണുന്നവനും നിങ്ങളുടെ കേൾക്കുന്നവനും നിങ്ങളിലൂടെ അറിയുന്നവനും നിങ്ങൾ കൈകാലിലൂടെ പ്രവർത്തിക്കുന്നതും അള്ളാഹുവായി തീർന്നവരെ സുന്നത്തുകളെ കൊണ്ട് അടുക്കാൻ പറയും. അപ്പം നിങ്ങൾ അള്ളാഹുവായ നിങ്ങൾ അള്ളാഹു അല്ല, ഞാൻ മനുഷ്യനും ആളും വസ്തുക്കളുമായി ജന്തുക്കളുടെ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ദൈവിക ലോകത്തിലേക്ക് ദൈവത്തിലേക്ക് തിരിച്ചു ദൈവികമായി തീരുക. എന്നിട്ട് ദൈവത്തോട് മാത്രം ഹലാലായ അനുവദനീയമായ ദൈവത്തിന് സന്തോഷം തൃപ്തിയും നൽകുന്ന ഉപകാരവും സഹായം രക്ഷയും മാത്രം പരസ്പരം ചെയ്യുന്ന ആ ഹലാലായ കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതിൻ്റെ വിരുദ്ധമായ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അതാണ് ഹറാം എന്ത് ഹലാൽ എന്ത് അറിയണം നിങ്ങൾ നിശ്ചമസ്ത പറഞ്ഞ. അപ്പോൾ ഹലാൽ ദൈവത്തെ കണ്ട് ദൈവത്തോട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും സന്തോഷത്തിലുമുള്ള പ്രവർത്തനമാണ് ഹലാല കാര്യം. ആ ദൈവത്തിനെ അതൃപ്തിപ്പെടുത്തി ദൈവത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഹറാമാണ്. ഇതാണ് ഹലാലും ഹറാമും അറിഞ്ഞാൽ മാത്രമായ ഈ ലോകത്തിൽ, സ്വർഗീയ ലോകത്തിൽ ഹലാലും ഹറാമും അറിഞ്ഞ് ആ ഹറാമ് ചെയ്യാതെ ഹലാൽ മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ തൃപ്തിയിലും സന്തോഷത്തിലും മാത്രമായി ജീവിക്കുക.